നമസ്കാരം. മണിയൻപിള്ള രാജുവിന്റെ കാർ ഇടിച്ച രണ്ട് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന നടൻ മണിയൻപിള്ള രാജു അറസ്റ്റിലായി. ഒപ്പം ഉടനടി തന്നെ നടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. നിയമത്തെയും പോലീസിനെയും നോക്കുകുത്തിയാക്കി നടൻ മണിയൻപിള്ള രാജു നടത്തിയ ഒളിച്ചുകളിയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ മണിയൻപിള്ള രാജുവിനെ ജഗദീഷ് ശ്രീകുമാർ എന്ന പോലീസുകാരൻ ഓടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് വഴുതക്കാട്ടെ അപകടം. വഴുതക്കാട് ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ താരം 11 മണിക്കൂറിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് വെറുതെയല്ല. സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടെ സ്വന്തം നിലയിൽ രക്തപരിശോധന നടത്തി മദ്യത്തിന്റെ അംശമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഈ അതിബുദ്ധിപരമായ നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരം. ശ്രീറാം വെങ്കിട്ടരാമനെ പോലും നാണിപ്പിക്കുന്ന വിധം കൃത്യമായ പ്ലാനിങ്ങോടെയാണ് രാജുവും സംഘവും മ്യൂസിയം പോലീസിനെ വെട്ടിലാക്കിയത്. ഇന്നലെ രാത്രി അപകടം നടന്ന ട്രിവാൻഡ്രം ക്ലബിന്റെ ഭാഗമായ സുബ്രഹ്മണ്യം ഹാളിന് മുന്നിൽ നിന്നാണ് രാജുവിന്റെ ആഡംബര കാർ പാഞ്ഞു വന്നത്. തിരുവനന്തപുരത്തെ സമ്പന്നരുടെ മദ്യപാന കേന്ദ്രമെന്നറിയപ്പെടുന്ന ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയതാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് അപകടത്തിന് ശേഷമുള്ള ഒളിച്ചോട്ടം. രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെ ഇല്ലെന്ന പച്ചക്കള്ളമാണ് വീട്ടുകാർ പറഞ്ഞത്. എന്നാൽ താരം അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള വിൻഡോ പീരീഡ് വരെ പോലീസിനെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നുമാണ് സൂചന. മണിയൻപിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി ജാമ്യമുള്ള വകുപ്പായതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയും ചെയ്തു. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ചില ഉന്നതർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ രാജുവിനെതിരെ ഏറെ വൈകി പോലീസ് നടപടികളിലേക്ക് കടന്നു. മദ്യപാനമുണ്ടോ എന്നറിയാനുള്ള 8 മണിക്കൂർ സമയം ബോധപൂർവം പാഴാക്കിയ ശേഷം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധന വെറും പ്രഹസനമായും മാറി. ക്യാൻസർ അതിജീവിതൻ എന്ന വൈകാരിക കാർഡ് ഉപയോഗിച്ച് കേസിനെ കയ്യബദ്ധമെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. പരിക്കേറ്റ യുവാക്കളുടെ നില ഗുരുതരമായി തുടരുമ്പോഴും മദ്യപാനം തെളിയിക്കാനാവാത്ത വിധം ശാസ്ത്രീയമായി കേസ് അട്ടിമറിക്കപ്പെട്ടത് പോലീസിനും ആഭ്യന്തര വകുപ്പിനും വൻ നാണക്കേടായി മാറിയിരിക്കുകയാണ്. അതേസമയം മണിയൻപിള്ള രാജുവിനെ കഴിഞ്ഞ ദിവസം രാത്രി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ലെന്ന് പോലീസ് പറയുന്നത് ശുദ്ധ നുണയാണെന്നും ആരോപണമുയരുന്നുണ്ട്. ഇന്ന് രാവിലെ ഹാജരാകാമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വീട്ടിലില്ലാത്ത മണിയൻപിള്ള രാജു എങ്ങനെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ബൈക്ക് യാത്രക്കാരായ നിവേത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് കാര്യമായി പരിക്കേറ്റത്. എന്തായാലും അതിഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് യുവാക്കൾ കടന്നുപോയത്. ഇടിച്ചു തെറിപ്പിച്ച കാർ ഇവരെ നോക്കാതെ കടന്നു കളയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ടുപേരുടെയും കാലിൻ്റെ എല്ലിന് ഒടിവുണ്ട്. ഒരാളുടെ നട്ടെല്ല് തകർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് മണിയൻപിള്ള രാജു കടന്നു കളയുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലായിരുന്നു അപകടം സംഭവിച്ചത്. പോലീസ് ആസ്ഥാനത്തിന് വിളിപ്പാട് അകലെ വെച്ച് 2 യുവാക്കളുടെ നട്ടെല്ലും കാലും തകർന്നിട്ടും തിരിഞ്ഞു നോക്കാതെ ആഡംബരക്കാർ പറന്നുപോയത് നഗരത്തെ എന്തായാലും ഞെട്ടിച്ചിട്ടുണ്ട്. അപകടം നടന്ന ഉടൻ താരം ഒരു ഉന്നതനെ ബന്ധപ്പെട്ടതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തടി തപ്പിയതെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ രാജു വീട്ടിലുണ്ടായിരുന്നിട്ടും പോലീസ് പിടികൂടിയില്ല എന്ന ആക്ഷേപം ശക്തമാവുന്നുണ്ട്.